ഞങ്ങൾ ഹെസരട്ട ലേക്കിൽ പോവുകയാണ്. ബാംഗ്ലൂർ. നമ്മളെ സ്ഥലത്ത് എവിടുന്ന് കുറച്ചുകൂടെ ഉള്ളു. ഇതിന്റെ അപ്പുറം കാണുന്ന ഞങ്ങളെ സ്ഥലം. ഇതേലാണ് നമ്മള് ഇറങ്ങി നടന്നു പോണെങ്കിൽ പോവാ. വേറെ ഏത് ബൈക്ക് കൂടെ പോണ വഴി ഏതാടാ? അതിന് ഞാൻ പോയിട്ടില്ല. നിങ്ങള് പോയത് ഏതായാലും ലെഫ്റ്റിലും. അപ്പൊ എത്താറായി നമ്മള് ഫസ്റ്റ് വ്ലോഗാണ് ഗൈസ്. ഹലോ ഗൈസ്. ഇവിടുന്ന് എടുത്തേക്ക് പോണം ഗൈസ്. മൂന്ന് പേര് പോകുന്നു. കിട്ടിയില്ല. അതെന്താ വിജയനോ എടാ അവളുടെ കണ്ടില്ലേ നീ? ആൾക്കാരാണ് അവിടെ വരുന്നത്. അങ്ങോട്ട് വേറെ ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ എത്തിയാ മതിയായിരുന്നു ഈശ്വര. ഇതെല്ലാം വഴിയില്ല. അയ്യോ ഇറങ്ങി ലേക്ക് വണ്ടിയോ എല്ലാരും കൂടി എടുത്തോണ്ടോ? ഞങ്ങൾ അവിടെ ജോലിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണേ. വീഡിയോ അയ്യോ വീഡിയോ എടുക്കുന്നില്ലേ? പുറകിന് സെൽഫി അല്ലേ? അല്ല ഫോട്ടോ അല്ല ഗൈസ്. നോക്കണേ. ആ മസിലിടിക്കുന്നു. നേരെ നേരെ പോലീസാണോ? അങ്ങനെ ഗൈസ് ഞങ്ങൾ എത്തിയിരിക്കുന്നു.
അങ്ങോട്ട് ഇറക്കണ്ട, വണ്ടി സീനാക്കും. ഇവിടെ വെച്ച് വണ്ടി ഹാൻഡ് ലോക്ക് ചെയ്ത് ഹെൽമെറ്റ്. ഗൈസ് ഇതാണ് ഈന്തപ്പഴം. ആ പൊട്ടിക്കേ. പഴുത്തിട്ടില്ല, അല്ലെങ്കിൽ എടുക്കായിരുന്നു, തിന്നായിരുന്നു. ഗൈസ് ഒരു കപ്പിളാണത്, കപ്പിൾ. കപ്പിൾ കിടന്ന മധുരം തുടങ്ങിയതിനെ അതാണ് ഈന്തപ്പന. നമുക്ക് ഇതിൽ പോയി ലൈറ്റ് കുറയുമ്പോൾ വരാം. ഒരു ഫുഡ് ഉണ്ടാക്കാൻ വന്ന യൂട്യൂബ് അങ്ങോട്ട് നമുക്ക് പാല് വരാത്തൊരു ഫോട്ടോ വണ്ടി എടുത്ത് ഇവിടെ എടുത്തിട്ട് പോയായിരുന്നു. ലൈറ്റ് ആണ് നല്ല രസമായിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെറ്റ് വയർത്ത് ഇവിടെ കുറെ നേരം നിൽക്കുക. നമ്മുടെ നാട്ടിൽ ഇതിന്റെ അപ്പുറം ഉണ്ടായിരുന്നു. ഇവിടെ അകലമല്ല, സിനിമയ്ക്കാണ് കാറ്റിടിക്കുന്ന ഏതോ ഈ കാട്ടിലൊക്കെ ഓരോരുത്തർ ഏറൂടാ. ഞങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ട് ഗൈസ്, മുട്ടച്ചൻ എന്നാണ് ഞങ്ങളെ ഇരട്ടപ്പേര് വിളിക്കുന്നത്. അവൻ അവൻ അവന് ഇഷ്ടമല്ല വരുന്നതിന്. അവന് വീട്ടിലിരുന്ന് ഗെയിം കളിക്കുക, അങ്ങനൊക്കെ ഉള്ള ഓളോ പരിപാടികളെ ഉള്ളു. വീടിന്റെ വെളിയെ പോലും ഇറങ്ങത്തില്ല. മേഘം കണ്ടോ, മേഘം മേഘം അടിപൊളി. ലിജോ ഗൈസ്, ലിജോ ഇതെന്തെടുക്കണമെന്ന് എല്ലാവർക്കും അറിയാലോ. പൊതു സ്ഥലത്ത് നിന്ന് അതും ഇത്രയും വൃത്തിയായ സ്ഥലത്ത് നിന്ന് ലെമൺ കാണിക്കുന്ന മലിനമാക്കുന്നു കണ്ടോ. അതെ, അങ്ങനെ മൂത്രം ഒഴിക്കുന്ന ഒരു ഫീല് തന്നെ. ഇത്ര നേരം മൂട്ടിപ്പിടിച്ചിരുന്നിട്ട് പെണ്ണ് വഴി കാണത്തില്ല ഗൈസ്, അവിടെ ഉണ്ട്. ലിജോ മൂത്രം വെച്ച് വരുന്നിരുന്നു. വേണ്ട ലിജോ വൈബ്. ജോജി ഇതെന്താണ്? എന്താടാ ജോജി? എന്താണ് ഫ്രണ്ട് ജോജി ടെൽ അബൌട്ട് മസ്താങ്. ഫ്രണ്ട് അത് ഡ്യൂപ്ലി, ഫ്രണ്ട് ഒറിജിനലി. ഫ്രണ്ട് ഇത് ഒറിജിനലി മസ്താനിയോ? ലിജോ
നിനക്ക് നീന്താ അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. കെട്ടുപോയി അവിടെ കിടക്കാൻ ചോദിച്ചു, ഒരു തെണ്ടി പോലും വെക്കാൻ പറ്റത്തില്ല. ആ ഗൈസ്, ജോജി നീന്താൻ പോവാണ്. കൊക്ക് ഗൈസ്, കൊക്ക് എന്ത് ചെയ്യും ഗൈസ്? തെര അടിക്കുന്ന പോലെ. വേണ്ട, പൊതഞ്ഞു കൂടാ. ബാക്കി കിടന്ന് ആരും പോത്തില്ല. ഓ, പരുന്ത് വട്ടിട്ട് പറക്കുന്നു. ഓ, എന്താ വൈബ്! ഏത് മൂട്? എന്താ രസം. ജോജി ഗോഡ്സ്. ഇഷ്ടം പോലെ എന്താ അവിടെ നീന്താൻ പറ്റിയ രീതിയിലുള്ള എവിടെ അല്ല പരുന്ത് പറക്കാൻ പഠിക്കുന്നുണ്ടോടാ? കിറങ്ങണത്തിയാന്ന് പറക്കാൻ പഠിക്കാന്ന് കണ്ടോ? ഒരു സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് പറക്കാൻ പാടായിരിക്കും. അല്ല, അതല്ലടാ. അവിടെ പോയിട്ട് നടക്കണോ? നമുക്ക് ആ മരത്തിനിടയിൽ ടിപ്പു സുൽത്താൻ്റെ സ്ഥലമാണ് ഇത്, അങ്ങനെയാ പറയുന്നത്. ലേക്കും മാറിയ കഥയുണ്ട് ഗൈസ്. അത് ചെറുകെ പറയാം. വെള്ളത്തിൽ നിൽക്കാതെ, വെള്ളം കിട്ടാത്തതൊക്കെ പച്ചിച്ച് നിൽക്കും. ഇവിടെ വെള്ളത്തിൽ നിൽക്കണതൊക്കെ ഉണങ്ങി നിൽക്കും. എന്താണ് ഇതിന്റെ മെക്കാനിസം അറിയാവുന്ന താഴെ കമന്റ് ചെയ്യും. വഴി ഇങ്ങനെ നടന്ന് നല്ല സ്പോട്ടിലോട്ട് ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല ഈ സ്പോട്ട്. കുറേ പേർ അവിടെ ഇരുന്ന് വൈബ് അടിക്കുന്നുണ്ട്, കുറേ പേർ ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ലപോലെ താഴെ ഇല്ല, അങ്ങനെ അധികം താഴില്ല. നമ്മൾ പോലത്തെ ഭൂമിയാടാ. ഇവിടെയൊക്കെ ഇടയ്ക്ക് വെള്ളം കയറി പറയാൻ പറ്റത്തില്ല. സൗണ്ടോടും കേൾക്കും. പല ശബ്ദം കേൾക്കും. ഉള്ളിലേക്ക് പോയാൽ വേറെ ശബ്ദങ്ങൾ കേൾക്കും. അതെ അതെ.
എന്തായി കിട്ടിയോ? ഇവിടെ നമുക്ക് ഇതിൻ്റെ പുറത്തിരുന്ന് ഉല്ലസിക്കാം. അയ്യ ഇത് വേറെ പുല്ലെടുക്കണേ. ചാരിക്കോ. ചാറ് എടുക്കുക. ചാട് തിരിഞ്ഞൊക്കെ ചാട്. മെസ്സി അടിയടാ. താങ്ങ് അങ്ങനെ കറക്റ്റ്. സെൽഫി വീഡിയോ നോക്കിന്ന് പോയില്ലേ? കാട്ടില് വല്ലയിടത്തും കേറി അഡ്വഞ്ചറസ്. എവിടെ മയിലിനെ കണ്ണിച്ചിട്ടില്ല. കുടുംബ മയിലല്ലാണ്ട് കേറണേ. എടാ ജുവലി ഫോൺ എങ്ങനെ കയ്യിൽ പിടിക്കോളാ? അതൊന്ന് കൈ എടാ ഇത് അത് ഫ്രണ്ടിലോട്ട് പോകുന്നു. സൂര്യാൻ പറ്റില്ല. ഇത് മറ്റേ സിനിമാറ്റിക്ക പണി മാറി. കിട്ടില്ല. സൂപ്പർ ഫോട്ടോ എടുക്കാം ഈ ഒരു ആംഗിളിൽ നടുക്ക് നിന്നാല്. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. പുറകിൽ വണ്ടിയുണ്ട്, സൂക്ഷിച്ചു പോവുക. 4 പേരായ കാരണം. എടാ ഹെൽമെറ്റ് ഇല്ലേ? ഇതാണ് നമ്മുടെ വഴി. ഉൾക്കാട്. ഞാൻ കണ്ടില്ല. വൈബ് തന്നെ വൈബ്. തുടങ്ങി ഞങ്ങളിനി ഡാമിൽ പോകാൻ നേരം തിരിയ എന്താ കാണിക്കണം? നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4 പേര് കൂടിയാണ് പോകുന്നത്. അത്യാവശ്യം സ്പീഡിലാണ്. 50 കിലോമീറ്ററാണ് ഗൈസ്. 50. ഫ്യൂവൽ ഇല്ല. ഫ്യൂവൽ 100 രൂപയ്ക്ക് അടിച്ചതാണ്. 4 പേര് വെച്ച് വണ്ടി അവിടെ എത്തിയാൽ മതിയായിരുന്നു. നമ്മളവിടെ പോയെന്ന് വെച്ചാൽ ഒരു കാവാണ് ഗൈസ്. ശുക്ലാംബരധരം വിഷ്ണു. നൈസാണ്. അടിപൊളിയാണ്.
അതിന്റെ താഴ്ചൂടെ പോകണേ. അതിന്റെ അകത്തോടെ പോകാൻ പറ്റും. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. ആ വെള്ളമുള്ള ഭാഗത്തേക്ക് അമ്മമാര് അവിടെ നിക്കണോ അവിടെ അവിടെ ഇതുവഴി പോകണം നമുക്ക്. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ചാടിയാ പോരെ. വേണ്ട, അവിടെ നിന്ന് ചാടിയാൽ മതി. ഇതേലും ഇങ്ങനെ പിടിച്ചു പിടിച്ച് അതായത് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ഞാനിവിടെയാണ് അന്ന് വന്നേ. ഇറങ്ങി. ഞാൻ 2 തവണ വന്നപ്പോ ഇവിടെ തന്നെയാ വന്നേ. എടാ ഇവിടെ നിന്ന് അടിപൊളിയാടാ വെട്ടം. യോജി എനിക്ക് വേണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വരാം. കിട്ടോ? ഇങ്ങനെ ഇറങ്ങുകയാണ്, ചാടിച്ചടി ഇറങ്ങുകയാണ്. ഗൈസ് കുറേ പേരുണ്ട്. അവരൊന്ന് പുല്ല് വിടണം. അതങ്ങ് അവിടെ എവിടെയാണ്. അവിടെ ഇത് ഇവിടെ ഇല്ല, പുല്ല് ഇവിടെ ഇല്ല. കുറച്ചങ്ങോട്ട് പോയിട്ടാ ആ ജ്യൂസിൻ്റെ വണ്ടി ഉണ്ടെന്നാണ്. അതായത് ഞങ്ങളിവിടെ നോക്കി കണ്ടെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു. നൈസ് വൈബായിരുന്നു. ഇനിയും ട്രക്കിങ്. ആ കല്ല് കട്ട് ഇത് സ്റ്റെപ്പ് പോലെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം കയറാൻ. ഗൈസ് ഇന്ന് ഞങ്ങൾ പോവാണ്. കഴിഞ്ഞു ഗൈസ്. സൈനിങ് ഓഫ് ചെയ്യണം. ഗൈസ് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം. ബെല്ലടിക്കണം. ബൈ.